അപ്പൊ ഡെഫിനറ്റ്ലി അർജുൻ നമ്മുടെ പയ്യനായിട്ട് നമ്മൾ എന്തായാലും ആഗ്രഹിക്കും അർജുൻ വരാം. പക്ഷെ ജിൻഡോ ചേട്ടനും അർജുനും ഒരു റേഷ്യോയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഡൗട്ട് അടിച്ചിരുന്നു, മേ ബി ജിൻഡോ ഓർ അർജുൻ എന്ന് നമ്മളും കരുതിയിരുന്നു. പക്ഷെ ഞാൻ പറയാം, ഞങ്ങളെല്ലാരും പറഞ്ഞില്ലേ, ഇപ്പൊ കപ്പ് അതല്ല, അവനൊരു 100 days ഹാപ്പി ഒരു പോസിറ്റീവ് വെളിയിലോട്ട് കൊടുത്തു. ആൾക്കാർക്ക് അത് ഭയങ്കര ഇമ്പാക്ട് ചെയ്തു. മീൻസ് അർജുന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും അതൊരു മോട്ടിവേറ്റഡ് ആയിരുന്നു, അവൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടിയ കപ്പ്. ഒരു ഘട്ടത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ പ്രചരണം വന്നിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴേലും? ഇല്ല, അങ്ങനെ അതിപ്പോ പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പൊ ഏഷ്യാനെറ്റ് ജാസ്മിന് കൊടുക്കും എന്ന് പറയുന്നത് മേ ബി ആ ജാസ്മിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞതായിരിക്കാം. മനസ്സിലായി. ജാസ്മിന്റെ ഭാഗത്ത് നോക്കുമ്പോ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ പറയായിരുന്നു മിടുക്കിയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ആ കുറച്ച് കാര്യങ്ങൾ പുറത്തോട്ട് നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു കോംബോയിലൂടെ ചെയ്തു. അത് കുടുംബ പ്രേക്ഷകർക്ക് കുറച്ച് താല്പര്യക്കുറവ് ഉണ്ടായേക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ജാസ്മിനെ കുറ്റം പറയുന്നില്ല. കാരണം അതൊക്കെ അവരുടെ ഗെയിം അവിടെ കാണിച്ചു. അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ 1ാം സ്ഥാനം ജിൻഡോ എടുത്തു, 2ാം സ്ഥാനം അർജുനിലോട്ട് വരുന്നു. അപ്പൊ എവിടെയായിരിക്കാം അർജുന 2ാം സ്ഥാനം താഴോട്ട് പോകാൻ ഒരു കാരണമായിട്ട് നിങ്ങൾ കാണുന്നത് 1ാം സ്ഥാനത്തിൽ നിന്ന്? അത് പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്ര അഗ്രസീവ് ആവുന്നില്ല, കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നൊരു ഇതിലായിരുന്നു. പക്ഷെ കണ്ടന്റ് മീൻസ് ഇവരെന്താണ് ഈ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജിൻഡോ ചേട്ടൻ എന്ന് പറയുന്നത് ഓരോ ഡേ ബൈ ഡേ ക്രിയേറ്റിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു കണ്ടന്റിൽ. അത് പറയുമ്പോൾ അതും പറയണം. അപ്പൊ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അടിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടി നടക്കുന്നിടത്ത് കയറി വാക്ക് തർക്കം. അതാണ് ഈ വാക്ക് തർക്കം എന്നുള്ളൊരു കാര്യം അർജുനിൽ അത് വളരെ കുറവാണ്. അതാണ് നമ്മൾ പറയുന്നത്, അവന് ക്ഷമ കൂടുതലാണ്. അവൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവൻ മാക്സിമം അവൻ പോട്ടെ എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് സെക്കൻഡ് വന്നു എന്നല്ല. പിന്നെ നമുക്ക് മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറയുന്നു PR വർക്ക്, പെയ്ഡ് PR എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സീരിയസ്ലി നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല. ഇല്ല. കാരണം ഞങ്ങളത് ആലോചിച്ചിരുന്നു. പക്ഷെ ഇതിലോട്ട് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെടണമെന്നോ എത്ര പൈസ ആവുമെന്നോ ഒന്നും അറിയില്ല. വൺസ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത്ര ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അനിയൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ PR വർക്ക് എന്ന് ഉദ്ദേശിച്ച് നമുക്ക് അങ്ങനെ ഒരാളെ കമ്പൽ ചെയ്ത് വോട്ട് ചെയ്യിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് വേണ്ട. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 100 പേരെ 100 വോട്ട് മതി, അതാണ് എന്റെ വിജയം എന്റെ അനിയൻ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പോയാൽ എങ്ങനെയാവും എന്നറിയില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും കപ്പ് കിട്ടിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഇപ്പൊ ഏതൊരു പേരൻസിനും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇല്ല, ശരിക്കും PR അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അവന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അർജുൻ ആർമി ഗ്രൂപ്പ്, അതുപോലെ സുപ്രീം ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പിലെല്ലാം ഞാനുണ്ട്. അത് പലർക്കും അറിയില്ല, അഡ്മിൻസിന് മാത്രമേ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. അത് കണ്ടുകൊണ്ട് ഞാൻ പറയാണ്,